സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലീനയെ കൊന്ന പ്രഭാവതിയെ തൻ്റെ കയ്യിൽ കിട്ടിയിട്ടും അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധത്തിൽ ഋഷി വിഷമിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അരുന്ധതിയായിട്ട് തന്നെ രാധാമണി എന്ന് പറയുന്ന ഒരു വാടക കൊലയാളിയെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഒരു സാഹചര്യമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊന്നിനുമല്ല, പ്രഭാവതിയെയും സിദ്ധാർത്ഥനെയും കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ രാത്രി തന്നെ കൃത്യം നിർവഹിക്കുമെന്ന് രാധാമണി മുൻകൂർ പറഞ്ഞിരിക്കുന്നു. ആ നിമിഷം തന്നെ നമ്മുടെ ദേവിക സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു, വീട്ടിൽ ആരുമില്ല, ഒന്ന് വന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയെ വിളിക്കുന്ന സമയത്ത് മറ്റൊന്നും ആലോചിക്കാതെ കൂടെ പോകുന്നുണ്ട്. എന്നാൽ ദേവിക വിളിച്ചുകൊണ്ടുപോയി ചതിക്കാനാണെന്നുള്ള കാര്യമൊന്നും ആ സമയത്ത് അരുന്ധതി ചിന്തിക്കുന്നതേ ഇല്ല. പക്ഷേ സിദ്ധാർത്ഥന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലായിരുന്നു. രാധാമണി അരുന്ധതിയുടെ ഒരു വാടക കൊലയാളിയാണെന്നുള്ള കാര്യം നമ്മുടെ ദേവിക്ക് മനസ്സിലായി. ഗ്യാസ് ലീക്കായി അമ്മ അപകടത്തിൽ മരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു നിമിഷം നമ്മുടെ ഭാർഗവി ആൻറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം പ്രഭാവതിക്ക് യാതൊരു ആപത്തും കൂടാതെ ജീവൻ തിരികെ കിട്ടി. ആ ഒരു നിമിഷം നമ്മുടെ ദേവിക ആ ഒരു സത്യം മനസ്സിലാക്കുന്നു. ശത്രു പുറത്തെങ്ങും അല്ല, വീട്ടിനകത്ത് തന്നെയുണ്ട്. ആ നിമിഷം മുതൽ രാധാമണിയെ ശ്രദ്ധിച്ച ദേവിക്ക് ഒരു കാര്യം മനസ്സിലായി. അച്ഛനെയും അമ്മയും കൊല്ലാൻ തക്കം പാത്ത് നടക്കുവാണ് രാധാമണിയെന്ന്. അങ്ങനെ എല്ലാവരും കൂടി രാധാമണിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന നിമിഷം അരുന്ധതിയാണെങ്കിൽ തൻ്റെ ശത്രുപക്ഷത്തേക്ക് ദേവിയെയും കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പം ദേവികയോട് തീരാത്ത പകയായി മാറിയിട്ടുണ്ട് അരുന്ധതിക്കും. അരുന്ധതിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഋഷിയാണെങ്കിൽ ആ സമയം CPയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നുണ്ട്. അമ്മയെ വീട്ടിൽ കാണാനില്ലെന്നും അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം അറിയിച്ചോ എന്ന് ചോദിക്കുമ്പം CP പറയുന്നുണ്ട്, ഈ രാത്രി പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല, ഇനി എവിടെ പോയതാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് അരുന്ധതിയാണെങ്കിൽ ആകെ അപമാനിതയായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. അരുന്ധതിയുടെ മുഖം കണ്ടപ്പോഴേ ഋഷിക്കും CPക്കും മനസ്സിലാകുന്നു അമ്മ ആകെ വിഷമിച്ചിട്ടാണ് വരുന്നത്. കാര്യം തിരക്കുമ്പോൾ ചന്ദ്രോത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ദേവികയാണ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കിയത് എന്ന് അരുന്ധതി വിഷമത്തോടെ പറയുമ്പോൾ ഋഷിക്കത് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കണ്ടിരുന്നത്. അവൾ ഇലക്ഷന് വിജയിക്കാൻ വേണ്ടി ഒരുപാട് ക്യാഷ് ഞാൻ ചിലവാക്കിയിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒന്നും നന്ദി കാണിച്ചില്ലെന്ന് മാത്രമല്ല, അവൾ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി എന്നൊക്കെ പറയുമ്പം അമ്മ വിഷമിക്കേണ്ട, ദേവികയോട് ഇതിനുള്ള പ്രതികാരം ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞ് ഋഷിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. CPയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ, ഇത്രയധികം ക്യാഷൊന്നും ശത്രുവിന് വേണ്ടിയിട്ട് ചിലവാക്കണ്ട. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ ക്യാഷ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാൻ എനിക്കറിയാം, മറ്റാരുടെയും സഹായം വേണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ചന്ദ്രോത്ത് കൊണ്ടുപോയി അപമാനിച്ച അവൾക്കുള്ള തിരിച്ചടി സ്വപ്നത്തിൽ കാണുന്നതിനും അപ്പുറം ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് CPക്കും സന്തോഷമാകുന്നുണ്ട്. അതേസമയം നമ്മുടെ നന്ദനും ദേവികയും ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മയെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അച്ഛനെയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ദേവിക വീണ്ടും എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു സ്ഥാനം നേടിയെടുത്തത് കൊണ്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ച് ആ സമയത്താണ് ദേവിക എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ അവരുടെ ഒരു സെക്കൻഡ് ഹണിമൂൺ എന്ന പോലെ സന്തോഷിക്കുകയാണ്. നന്ദൻ്റെ ദേവികയുടെയും നല്ലൊരു റൊമാൻസൊക്കെ കാണിക്കുന്നു. ഇതേ സമയം അരുന്ധതിക്കും ഋഷിക്കും CPക്കും ഒക്കെ ദേവികയോടുള്ള വിരോധത്തിന് അപ്പുറം ദേവികയോട് വിരോധം വെച്ച് പുലർത്തുന്ന മറ്റൊരാളുണ്ട്, നമ്മുടെ രജനിയാണെങ്കിൽ അമ്മായിയമ്മയുടെ ആ ഒരു അഭിപ്രായ പ്രകാരം ദേവികയെ കാണാൻ പോയിട്ട് അപമാനിതയായി വന്നിരിക്കുന്നതിൻ്റെ ദേഷ്യം നന്നായിട്ടുണ്ട്. ഗിരീഷിനാണെങ്കിൽ ദേവികയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ദേവിക ഇങ്ങനെ ഭാര്യ അപമാനിച്ച് വിട്ടതിൻ്റെ പേര് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നില്ല. പക്ഷേ രജനിക്കാണെങ്കിൽ ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിലും താൻ കൊച്ചായി എന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് നമ്മുടെ ദേവിക തന്നെ ആ പേപ്പർ വർക്ക് ശരിയാക്കി കൊടുക്കുന്നു. കാരണം അച്ഛൻ പറഞ്ഞിരുന്നു, നമ്മളെ കൊണ്ട് ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന പേപ്പർ വർക്കാണെങ്കിൽ ശരിയാക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് പരിചയമുള്ള ഒരാൾ വന്ന് സഹായം ചോദിക്കുമ്പം ചെയ്തു കൊടുക്കുന്നതിൽ അവർക്കും സന്തോഷമേ ഉള്ളൂ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ പറ്റാത്ത വർക്കാണെങ്കിൽ മാത്രം അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ദേവിക ആ പേപ്പർ വർക്ക് ശരിയാക്കി കൊടുക്കുന്നതോടെ രജനിയുടെ ദേഷ്യമൊക്കെ മാറിയെന്ന് മാത്രമല്ല, രജനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇത്രയധികം ദേവികയെ മോശമായി പെരുമാറിയിട്ടും ഒടുക്കം ആ പേപ്പർ വർക്കുകൾ മനസ്സറിഞ്ഞ് ചെയ്തു തന്നല്ലോ. താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചന്ദ്രോത്ത് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ ശാന്തമാകുന്ന സമയത്ത് ശത്രുക്കൾ തിരിച്ചടിക്കാനുള്ള ഓരോ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നു. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ ദേവികയാണെങ്കിൽ MLA ആയി കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ മുന്നത്തെ പോലെ നിസ്സാരമായിട്ട് ദേവികയായാലും സിദ്ധാർത്ഥനെയും പ്രഭാവതിയും ഒന്നും തോൽപ്പിക്കാൻ അരുന്ധതിക്കൊന്നും ആകുന്നില്ല. അതിൻ്റെ വിഷമത്തിലാണ്. ചന്ദ്രോത്ത് വീട്ടിലെ എല്ലാവരും ശത്രുക്കളായ സ്ഥിതിക്ക് ഒറ്റയൊരെണ്ണത്തെപ്പോലും ജീവനോടെ വെറുതെ വിടണ്ടെന്നും വീട്ടിലെ എല്ലാ എണ്ണത്തിനെയും ഒരുമിച്ച് തീർക്കുന്ന ഒരു പ്ലാൻ ഋഷിയുടെ ഭാഗത്തുനിന്ന് തയ്യാറാക്കുമ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം. നമ്മുടെ ദേവിക ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ മിക്കവാറും നമ്മുടെ അരുന്ധതിയുടെ ദേഷ്യം ദേവികയുടെ മേൽ കുറയുമായിരിക്കും. കാത്തിരിക്കാം.